എന്തെങ്കിലും രാവിലെ രാവിലെ ആകാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ഇത് പറയുമ്പം എനിക്ക് ഒരു കഥ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈജിപ്തിലെ ഫറവോൻ ഈ 10 പ്ലേഗിനെ പറ്റി പഠിക്കുമ്പം ഇത് അതിൻ്റെ അകത്ത് വരും. മുഴുവൻ ഫറവോനെ അവർ ദൈവമായിട്ടാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായി? ആ ദൈവത്തിൻ്റെ കുഴപ്പങ്ങളാണ് ദൈവം എങ്ങനെ ആയിരുന്നോ അതിൻ്റെ അഗൈൻസ്റ്റായിട്ടുള്ള ഇതാണ് പ്ലേഗ്സാണ് വന്നത്. മനസ്സിലായി? അപ്പം ഫറവോൻ രാവിലെ എണീറ്റ് വെളുപ്പിന് എണീറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വന്നിട്ട് മന്ത്രങ്ങളെല്ലാം ചൊല്ലി കൈ ഇങ്ങനെ പൊക്കുന്നുണ്ടേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരും. അപ്പം ഞാൻ ചിലപ്പോൾ ഈ ഫറവോൻ്റെ അലാറം ഒരു ദിവസം ഒന്ന് വയ്ക്കാതെ പോയി. ഫറവോൻ ഒരു ദിവസം ഇച്ചിരി കൂടുതൽ ഉറങ്ങിപ്പോയാൽ വെളിച്ചം തന്നെ പൊങ്ങി വരുമ്പോൾ, ഈ ഫറവോനില്ലാതെ വെളിച്ചം പൊങ്ങി വരുമ്പോൾ ജനങ്ങളെല്ലാം എന്ത് കൊടുക്കും? മനസ്സിലായി? ജനങ്ങളെല്ലാം പറയും, അയ്യേ ഇത്രയും നാൾ നമ്മൾ വിചാരിച്ച ഫറവോനാണ്, നാട്ടറ വെളിച്ചം തന്നെ പൊങ്ങി വരുന്നു. മനസ്സിലായി? അതേപോലെ ഇതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഈ അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഫിലോസഫി വന്നത്. അപ്പം അവർ ഫറവോനെ ദൈവമാക്കി വെച്ചേക്കും. മനസ്സിലായി? എല്ലാം ഇതാന്ന് പറഞ്ഞ് വലിയ ദൈവമാക്കി വെച്ചു. പക്ഷേ നേച്ചർ അതിൻ്റെ രീതി എന്നും രാവിലെ ഫറവോൻ കൈ ഉയർത്തൊന്നും വേണ്ട, തന്നെ വന്നോളും. മനസ്സിലായി? അപ്പോൾ അതേപോലെ ഒരു നേച്ചറിനും എല്ലാത്തിനും ഒരു ബ്യൂട്ടി ഉണ്ട്. കറക്റ്റ് സമയത്ത് മഴ പെയ്യും, വെയിൽ വേണ്ട ഇപ്പോൾ വെയിലുണ്ട്, സീസൺ വരണ്ട ഇപ്പോൾ സീസൺ ഉണ്ട്, എല്ലാം അതിൻ്റെ ചെറുത്. പക്ഷേ കുഴപ്പമായിട്ടില്ല നമ്മളില്ല. അതിൻ്റെയൊക്കെ ഏറ്റവും ബ്യൂട്ടിയായിട്ട് ഹാർമണിയായിട്ട് ഡിഫയറായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളാണ് ഇതുവരെയായിട്ടും ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ വരാൻ പറ്റാതെ ഇപ്പോഴും പ്രശ്നമായി തീർന്നു കിടക്കുന്നത്. ഓക്കെ, അത് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതും പ്രകാരം ജീവിക്കുക. ഓക്കെ, അതാണ് ഈ ദൈവം കണ്ടു ദൈവം കണ്ടു അത്ര മനോഹരമായിരിക്കും ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവം ഉദ്ദേശിച്ച രീതി. ഇപ്പം നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരും, ആ വളർത്തുന്ന രീതി നമ്മുടെ മക്കൾ നല്ലതായി വരുമ്പം നമുക്ക് സന്തോഷിക്കാനൊരു വകയാവും, അല്ലേ? അതേസമയം മക്കൾ വേറെ രീതിയിൽ പോകുമ്പോൾ നമുക്ക് നാണം കേടാക്കിയാൽ നമുക്കാവുമോ? മനസ്സിലായി? ആ സെയിം ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ദൈവം എന്തിനത് ഉണ്ടാക്കിയോ, വെളിച്ചത്തെ ഉണ്ടാക്കിയോ, വെളിച്ചം അതിൻ്റെതായ നല്ല ഫൈനസ്റ്റ് രീതി വർക്ക് ചെയ്യുന്നു. ദൈവം കണ്ടപ്പോൾ ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ഓക്കെ, ദൈവം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കീറ്റോ, അടുത്ത വേർഡ് അതിലും പ്രധാനപ്പെട്ട വയാവിദ്ദേൽ എലോഹിം വീൻ ആ ഓർ വുവീൻ ഹ ഹൊഷേക്ക് എന്ന് പറഞ്ഞാൽ ഗാഡ് സെപ്പറേറ്റഡ് ലൈറ്റ് ഫ്രം ദ ലൈറ്റ്, അല്ലെ ലൈറ്റ് ബിറ്റ്വീൻ ദ ഡാർക്ക്നെസ്. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ ഗാഡ് സെപ്പറേറ്റഡ് ലൈറ്റ് ഫ്രം ദ ഡാർക്ക്നെസ്. ദൈവം തൊടുത്തു വെളിച്ചത്തെ ഡാർക്ക്നെസ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. പക്ഷേ ആക്ച്വലി ഇത് പറയണം, ഷെക്കായന ഉണ്ട്, അതിൻ്റെ അകത്ത് അന്ധകാരം വന്നു, ഡാർക്ക്നെസ്, എംപ്റ്റിനെസ് ഇത് വന്നു. ആ എംപ്റ്റിനെസ്സിൻ്റെ അകത്ത് ആണ് നമ്മുടെ ഈ വെളിച്ചം ഉണ്ടായി. മനസ്സിലായി? ആ വെളിച്ചം അവിടെ ഉണ്ടായിരുന്ന അന്ധകാരത്തിൽ നിന്ന് മാറ്റി റിവീൽ ചെയ്ത് ഇനി റിവീൽ ചെയ്യാൻ പോവാം. മനസ്സിലായി? എന്ന് വെച്ചാൽ നമ്മൾ പാപികളായിരുന്നു, അന്ധകാരത്തിൽ പോയി, അന്ധകാരത്തിൽ നിന്ന് നമ്മളെ ദൈവം മാറ്റി സൽഗുണ ഗാഡ് ട്രാൻസ്ഫർഡ് us into the light. മനസ്സിലായോ? കൊലോസിൻ്റെ അകത്ത് ലൈറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി റിവീൽ ചെയ്ത് വേണം, എന്തുവാ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ റിവീൽ ചെയ്യണം, അല്ലാതെ വെറുതെ ഇരിക്കാനല്ല. ഫ്രീഡം തന്നു എന്ന് പറഞ്ഞ് പൗലോസ് ഫ്രീഡം തന്നു, ദൈവം ഫ്രീഡം തന്നു, പൗലോസ് പറഞ്ഞ് നിങ്ങൾ എന്തും ചെയ്തോളാം എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ ചെയ്യേണ്ടത്. ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. അപ്പോൾ വയാവ്ദേൽ സെപ്പറേഷൻ, സെറ്റപ്പാർട്ട്. ഈ സെറ്റപ്പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ, യൂട്യൂബിൽ പോയി ഈ PT തോമസ്, കോട്ടയത്തുള്ള
PT തോമസ് എന്ന് പറഞ്ഞ പാഷൻ്റെ റോമാലേഖനത്തിൻ്റെ ഇതൊന്നും എടുക്കും. ഞാൻ ആദ്യമായിട്ട് കേട്ടത് ആ ദേവദാസൻ്റെ സെറ്റപ്പാടെന്ന് പറഞ്ഞ ഒരു ഇതോട്ടെ ഒരു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കേൾക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ഒരു എന്താ ഒറ്റ ഭാഷ ഒരു അടിപൊളി ഇതായിട്ട് വരും. ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് മസ്റ്റായിട്ടും കേൾക്കണം. ഓക്കെ, സെറ്റ് അപ്പാർട്ട്. ഇപ്പം സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് പല ആസ്പെക്ട്സ് ഉണ്ട്. എന്താ വെച്ചാൽ ഒന്ന് റിച്വലി സെപ്പറേഷനാണ് ക്ലീനും അൺക്ലീനും. പല ആൾക്കാരും ഹോളിയുടെ ആപ്പോസിറ്റ് എന്ന് പറയുമ്പം അൺക്ലീൻ എന്ന് പറയും. നോ ഹോളിയുടെ അല്ല, റിച്വലായിട്ടുള്ള ക്ലീൻനെസ് എന്ന് പറയുമ്പം ക്ലീനും അൺക്ലീനും. സ്പിരിച്വൽ സെപ്പറേഷനാണ് ഹോളിയും കോമണും. ഓക്കെ, മോറൽ സെപ്പറേഷനാണ് ഗുഡ് ആൻഡ് ഈവിൾ. മനസ്സിലായി? അപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരും പല രീതി ചിന്തിക്കാറുണ്ട്, പല മീനിങ് കൊടുക്കാറുണ്ട്. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അകത്തി നിർത്തുക എന്നുള്ളത്. നോ. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് അല്ല. മനസ്സിലായി? ക്ലാരിറ്റി ഒരാളുടെ വ്യക്തമാക്കി കൊടുക്കുക ആളുടെ റോൾ എന്തുവാണെന്ന്. മനസ്സിലായി? ലൈറ്റ് പ്രകാശിക്കുമ്പോൾ നമുക്കൊരു വ്യക്തത ഉണ്ടാകുന്നത്, ഡാർക്ക്നെസ് ഓടി മാറുക ചെയ്യേണ്ടത്. മനസ്സിലായി? അല്ലാതെ കോൺഫ്ലിക്റ്റ് അല്ല. നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇരിക്കുക എന്നുള്ളത് സെപ്പറേഷൻ അങ്ങനെ വരുമ്പല്ലേ കല്യാണത്തിന് എന്താ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു പക്ഷെങ്കിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റിയെ, മനസ്സിലായി? അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീടുണ്ടാക്കി നമ്മുടെ അതിര് തിരിക്കുക, ഫെൻസ് ഉണ്ടാക്കി ഒരു മതിൽ കെട്ടുക, ഒരു ക്ലാരിറ്റി വരെ. ഇതാണ് എൻ്റെ സ്ഥലം, ഇതാണ് എൻ്റെ സംഭവം. കുടുംബജീവിതത്തിലും അതേവർക്ക് ഇതേക്കണം. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ദൈവം കുടുംബജീവിതത്തിൽ ഹിറ്റോവ് കണ്ടോന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം കല്യാണത്തിന് മുമ്പ് നമ്മൾ തോന്നിയ പോലെ നടന്നു, തോന്നുമ്പോൾ പോവുക, തോന്നുമ്പോൾ വരിക, അങ്ങനെയൊക്കെ ചെയ്യും. അതേപോലെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക. അതൊന്നും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ആദ്യം പറ്റത്തില്ല. നമുക്കിനി സമയം സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു യൂണിറ്റ് ബിൽഡപ്പ് എ ഫാമിലി. അതിനു വേണ്ടി വേണം സമയം സ്പെൻഡ് ചെയ്യാൻ. മനസ്സിലായോ? അപ്പം സമയം സ്പെൻഡ് രണ്ടുപേരും ഒരുമിച്ച് ഇൻ ഹാർമണി മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ, ഡിഫെയർ ഇറ്റ്. ഇതൊന്നും കല്യാണത്തിൻ്റെ ഇതിൻ്റെ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എക്സാമ്പിൾ വന്നുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അന്നും പറഞ്ഞ് ദൈവമേ ഡിവോഴ്സാന്ന് പറഞ്ഞാൽ ഡിവോഴ്സിനെതിരെ പറയുന്നതൊന്നും എന്നെ കുറ്റപ്പെടുത്തല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു കുടുംബത്തിൻ്റെ ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ബെസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി, ആശയം മനസ്സിലാകാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ കുറ്റപ്പെടുത്തൊന്നുമല്ല ഇപ്പോഴും. ഓക്കെ, അപ്പം സെപ്പറേഷൻ വരുമ്പം ഇപ്പം രണ്ടുപേരും കൂടെ ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് കണ്ണുകൾ ഇപ്പം നമ്മൾ സിനാപ്റ്റിക് ഗാസ്പൽ എന്ന് പറയുന്നത് 3 കണ്ണ് അല്ലെങ്കിൽ 4 ഗാസ്പൽ ഒരു കണ്ണിൽ കൂടെ കാണും എന്ന് മനസ്സിലായോ എന്ന് പറയുന്നതിലുള്ള ഒരു കോൺസെപ്റ്റാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? സെറ്റ് അപ്പാർട്ട്, അതിരുകൾ വയ്ക്കുക. ഞാൻ ഇനിയും അറിയാൻ പോകുന്ന ഇച്ചിരി കട്ടിയാണ്, പക്ഷേ എന്നോട് ദേഷ്യം തോന്നില്ല, എന്നെ കുറ്റപ്പെടുത്തല്ല. ഞാനിതാദ്യമായിട്ട് പഠിക്കുമ്പോൾ ഈ ജൂയിഷ് ഒരു ഇതുണ്ട്, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, യഹൂദന്മാരുടെ കൾച്ചറൽ ഇതിനെപ്പറ്റി പഠിക്കാം. അപ്പം അതിൻ്റെ അകത്ത് വന്നപ്പം ഈ കബാല എന്ന് പറഞ്ഞ് മുമ്പേ ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ വന്നപ്പോൾ സാറ് ഈ വിഷയത്തെപ്പറ്റി വന്നു, സെപ്പറേഷനെ പറ്റി വന്നു, റിച്വൽ ഇതെല്ലാത്തിനെ പറ്റി വന്ന് പറഞ്ഞപ്പം ആ സാറ് ഒരു കൺവേർട്ടാണ്. ആ സാറ് പറഞ്ഞു ഇന്നത്തെ ജനറേഷന് ഒരു മിസ്സിങ്ങേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഈ കാര്യം ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് നോട്ട്സ് ഞാനെടുത്ത് ഫേസ്ബുക്കിലിടുമായിരുന്നു. കാരണം പെട്ടെന്ന് ഇടാൻ വേണ്ടി. കാരണം സ്പേസ് എനിക്കധികം ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇഷ്ടം പോലെ നമുക്ക് സ്പേസ് ഇടാമല്ലോ, എന്ത് കാര്യം ഇടാമല്ലോ.
അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ ആൾക്കാർ എന്നെ ഒത്തിരി കുറ്റപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഈ സാറ് പറഞ്ഞു തന്നെ ഞാൻ ഇന്നത്തെ ജനറേഷന് ഒരു കാര്യം മിസ്സിങ് ആണ്. അപ്പോൾ എല്ലാവരും എന്താണെന്ന് വിചാരിച്ചാൽ സാറ് ഞാൻ നട്ടല് ബാക്ക് ബോൺ മിസ്സിങ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൗലോസ് പറഞ്ഞു ഫ്രീഡമുണ്ട്, ഗാഡ് ഗേവ് അസ് ഫ്രീഡം എന്ന് പറഞ്ഞ് എല്ലാ കാര്യത്തിനും ഇത് ഫുൾ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. പറഞ്ഞുതരാം, നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങി തോന്നിയ രീതി ഓടിക്കുമോ? ഇഷ്ടമുള്ളവർ ഓടിക്കുമോ? ഇല്ലല്ലേ. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഫ്രീഡമാണ്. നമുക്ക് സ്വന്തം വണ്ടിയുണ്ട്, നമുക്ക് നമ്മുടെ ഓൺ ഫ്രീഡത്തിൽ ഓടിക്കും. പക്ഷേങ്കിൽ നമ്മൾ അവിടെ കുറേ റൂൾസും റെഗുലേഷൻസും ഫെൻസുകളും എല്ലാ ലൈനുകളും എല്ലാം വെച്ചിട്ടുണ്ട്. ലൈൻ ഇല്ലാതെ പോയാൽ എന്തോ പറ്റും? ആക്സിഡൻ്റ് ഉണ്ടാവും, അധികം കാലം ജീവിച്ചിരിക്കത്തില്ല, അല്ലെങ്കിൽ എന്തോ പറ്റും? ടിക്കറ്റ് കിട്ടും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും അല്ലേ. അപ്പോൾ അത് എന്തിനാണ് വെച്ചിരിക്കുന്നത്? ആ ഫെൻസ് എന്തിനാണ് വെച്ചിരിക്കുന്നത്? അതാണ് പറഞ്ഞത് ഫെൻസ്. ഒരു ഫ്രീഡം, യെസ് യു ഹാവ് ദ ഫ്രീഡം ടു ഡ്രൈവ്, ബട്ട് യുവർ ഫ്രീഡം കനോട്ട് ഇൻ്റർഫിയർ വിത്ത് അനദർ പേഴ്സൺ. യുവർ ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ആ ഫ്രീഡത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഫെൻസുണ്ട്. ആ ഫെൻസിനുള്ളിലകം നിൽക്കണം, ആ സെപ്പറേഷൻ്റെ അകത്ത് ഉള്ളിലകം നിൽക്കണം. മനസ്സിലായി? അതേപോലെ നമ്മളുടെ ഓൺ വീടാണ്, നമ്മളുടെ ഓൺ കുക്കിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള രീതി ഉപ്പ് കൂട്ടിയിടാൻ പറ്റുമോ? മുളക് പൊടി കൂട്ടിയിടാൻ പറ്റുമോ? മസാലപ്പൊടി കൂട്ടിയിടാൻ പറ്റുമോ? കൂട്ടിയിട്ടാൽ എന്തോ പറ്റും? ബ്യൂട്ടി ആകുമോ? ഹാർമണി ആകുമോ? ഇല്ല. മനസ്സിലായി? അതെല്ലാം ചേരേണ്ടത് ആ കറക്റ്റ് രീതിയിൽ ചേർന്ന് വരുമ്പോൾ എന്ത് കൊടുക്കും? നല്ല ഒരു രുചിയുള്ള ഒരു ഡിഷായിട്ട്. അപ്പം നമ്മൾ ഓടിക്കേണ്ട രീതി ഓടിച്ചാൽ, എല്ലാവരും ഓടിക്കേണ്ട രീതി ഓടിച്ചാൽ എന്തോ പറ്റും? ഡ്രൈവിങ് എല്ലാം ഒരു ആക്സിഡൻറ്റും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് ഓടിക്കും. പക്ഷേ അതേപോലെ തന്നെ ഓടിക്കുന്നത് അല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നോയിങ് ഗാഡ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് J.I. പാക്കേഴ്സ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നോയിങ് യുവർ സെൽഫ്, നോ ഹൂ യു ആർ. നമ്മളാരെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാണ്. ഈ തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഇത് പറയുമ്പം ഒരുമാതിരിപ്പെട്ട നല്ല ആൾക്കാർക്ക് പോലും, വലിയ ആൾക്കാർക്ക് പോലും ഇത്. കാരണം നമ്മൾ പല വേർഡ്സ് കണ്ടിട്ടില്ലേ? ട്രീറ്റ് യുവർ സെൽഫ്, ഡു ദിസ്, മേക്ക് യുവർ സെൽഫ് ഹാപ്പി, മേക്ക് ദിസ് ഹാപ്പി. എല്ലാം മേക്ക് യുവർ സെൽഫ് ഹാപ്പി, മേക്ക് യു ആർ ദ സെൻറ്റർ ഓഫ് എവരിതിങ്. നോ 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 അതല്ല. മേക്ക് അവർ സെൽഫ് ഹാപ്പി. മനസ്സിലായോ? നമ്മൾ ഇത് എന്തോ ഒരു മേക്ക് എ ഡിഫറൻസ്. നമ്മളിൽ തന്നെ ആകാതെ, സെൽഫിഷ്നെസ് ആക്കാതെ നമ്മളൊരു റിഫ്ലക്ഷൻ ആക്കുക. മനസ്സിലായോ? അപ്പം പലപ്പോഴും നമ്മൾ സ്വയമായിട്ട് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് എ വെക്കേഷൻ. അങ്ങനെയുള്ള കാര്യം നമ്മളെന്തിനാ ഒരു വലിയ കാറ് വാങ്ങിക്കുന്നതും വലിയ വീട് വാങ്ങിക്കുന്നത്? ചിലപ്പോൾ നമ്മളുടെ പ്രൗഢി കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ തന്നെ സന്തോഷപ്പെടുത്താൻ. ട്രീറ്റ് യുവർ സെൽഫ് എന്ന് നമ്മളെ തന്നെ സന്തോഷപ്പെടുത്താൻ, നമ്മളെ തന്നെ മേക്ക് അസ് ഹാപ്പി, വിച്ച് മീൻസ് വി ആർ നോട്ട് ഹാപ്പി. നമ്മളെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ്? നമ്മളിൽ എന്തോ ഒരു കുറവാണ്. വി നോട്ട് ഹാപ്പി, വി നോട്ട് സാറ്റിസ്ഫൈഡ്. പക്ഷെ ഒരു ദൈവവേദനയുടെ ഏറ്റവും വലിയ ആവശ്യം ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക, എപ്പോഴും സാറ്റിസ്ഫൈഡ് തൃപ്തരായിരിക്കുക. പൗലോസ് പറയുന്നത് എപ്പോഴും തൃപ്തരായിരിക്കുക. മനസ്സിലായി? നമ്മൾ തൃപ്തിയാണെന്ന്, നമ്മളെ തന്നെ അറിയാമെങ്കിൽ, നമ്മൾ തൃപ്തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ആവശ്യമില്ല. മറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ട് തലയിട്ട് ഇതാക്കില്ല. ഇതും പറഞ്ഞ് ഒരു വലിയ വീട് കാർ വാങ്ങിക്കുന്നതിന് ഞാൻ അതിനൊന്നും എഗനസ്റ്റ് അല്ല. ഐഡിയ മനസ്സിലാക്കാൻ പറ്റി. മനസ്സിലായി? നോ യുവർ സെൽഫ് എന്നുള്ളതിൻ്റെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റുക. ട്രീറ്റ് യുവർ സെൽഫ് അല്ല, നോ യുവർ സെൽഫ്. നിന്നെ തന്നെ അറിയുക, നീ ആരാന്നറിയുക, നിൻ്റെ ലിമിറ്റ് എന്തോന്നറിയുക, നമ്മുടെ ഇതെന്തോന്നറിയുക. മനസ്സിലായി? ആ ഒരു ലിമിറ്റ് അറിയാം. ഈ ലിമിറ്റ് അറിയാതെ വരുന്നതുകൊണ്ടാണ്
സകല പ്രശ്നങ്ങളും ഉണ്ടാകും. സെപ്പറേഷൻ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളോട്ട് അകന്നിരിക്കുക എന്നല്ല, ക്ലാരിറ്റി ഉണ്ടാവുക. നമ്മളുടെ റോൾ എന്തോ, നമുക്ക് എവിടെ വരെ പോകാം, മനസ്സിലായി, നമ്മുടെ ലിമിറ്റ് എവിടെ വരെ ഉണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ എന്തൊക്കെ ചെയ്യാം, ആ ലിമിറ്റിൻ്റെ അകത്ത് നിന്ന് മേക്ക് ദ വേൾഡ്, മേക്ക് യുവർ ലൈഫ്, മേക്ക് എവറിത്തിങ് ബ്യൂട്ടിഫുൾ, ഹാർമണി, സന്തോഷത്തോടെ. ദൈവം അത് കാണുമ്പം അത് സന്തോഷിക്കണം. ഞാൻ ഇവന് ഒരു ഇത് കൊടുത്തു, ലിമിറ്റ് കൊടുത്തു, അവനെ ഉണ്ടാക്കി, ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് ഹീ ഡസ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ. മനസ്സിലായോ? അതാണ് സെപ്പറേഷൻ. പക്ഷേ നമ്മൾ ഇന്ന് വരുമ്പോൾ സെപ്പറേഷൻ എന്ന് പറയുമ്പം എന്തോ പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. സെപ്പറേഷൻ എന്ന് പറയുമ്പം എന്തോ പല ഡിഫറെൻറ്റ് എന്തോ അകന്ന് നിൽക്കുക, വേൾഡിൽ നിന്ന് അകന്ന് നിൽക്കുക. നോ 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 നോ. ആ വേൾഡിൽ നമ്മളുടെ റോൾ എന്തോ, വാട്ട്സ് അവർ റോൾ ഇൻ ദിസ് വേൾഡ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. എൻ്റെ ബാറ്ററി ഒന്ന് തീർന്നു, ഞാൻ ഒന്ന് കുത്തി വെച്ചോട്ടെ. അപ്പോൾ ആ റോൾ എന്തോന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലായി, ആ റോളിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. ഓക്കെ, അതാണ് ഈ സെപ്പറേഷനിൽ നിന്ന് മെയിനായിട്ട്. അതുകൊണ്ടാണ് ദൈവം വെച്ചേക്കുന്നത് ക്ലീനും അൺക്ലീനും. മനസ്സിലായി? ഹോളി വേഴ്സസ് കാമൺ. ഹോളി വേഴ്സസ് കാമൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസണിൻ്റെ ശക്തി, അത് അസാമാന്യമായ ശക്തിയെ അവരെന്തോ കോമൺ പീപ്പിളിൻ്റെ രീതിയിലാക്കുക. ഒരു സാധാരണക്കാരൻ, ഒരു ദൈവവൈതലായ നമ്മളെ എപ്പോഴും ചുറ്റുമുള്ളവർ എന്താ നോക്കുന്നത്, അവനെപ്പോലാക്കുക, ബ്ലെൻഡിൻ ചെയ്യുക. നമ്മളുടെ ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ അവരിലേക്ക് ലൈറ്റിനെ പ്രകാശിക്കുക. ഇത് വരുമ്പോൾ ഇഷ്ടം പോലെ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം നമ്മളാണ് ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം, എല്ലാം ചെയ്യാം, ബ്ലെൻഡിങ് ചെയ്യുക, അവരുമായിട്ട് ഇങ്ങനെ ചെയ്യാൻ ഒക്കെ പറയുന്നത്. പക്ഷേ ഒരു യഹൂദനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവനൊരിക്കലും ഒരു ഇതുമായിട്ട് അവൻ എപ്പോഴും നോക്കുന്നത് അവൻ്റെ ദൈവത്തിനെ എങ്ങനെ ഹീ ക്യാൻ മേക്ക്, ദൈവത്തെ എങ്ങനെ എന്തുവാ ബ്യൂട്ടി ആക്കാമെന്നോ, ദൈവത്തെ ബ്യൂട്ടി ആക്കാമെന്നല്ല, എന്തോ ദൈവത്തിൻ്റെ നാമം അങ്ങനെ മഹത്വപ്പെടാനേ അവർ നോക്കത്തുള്ളൂ. അവരല്ലാതെ എടുക്കത്തില്ല. പല ആൾക്കാരും എന്നോട് പല ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരെ അപ്രോച്ച് ചെയ്ത യേശുക്രിസ്തുവിനെ പറ്റി പറയാൻ പോയിട്ടുണ്ട്. പക്ഷെ അവരടുക്കത്തില്ല, അവർ ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരിലൊരു ദേ നോ ഹൂ ദേ ആർ. അവരത് മേക്ക് ഇൻ ബ്യൂട്ടിഫുൾ വിത്തൗട്ട് നമ്മളോട് പറയാതെ അവരാ ദൈവത്തെ ഇതാണ്. ഇപ്പം പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു NYT ലൈബ്രറിയുടെ താഴത്തെ ബേസ്മെൻറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം രണ്ട് മുസ്ലിംസ്, ഒരു 3-4 മുസ്ലിം ബംഗ്ലാദേശീസ് ആൾക്കാർ വന്നു. അവരവിടെ വന്നിട്ട് ഈ ചുറ്റിപ്പറ്റുന്നുണ്ട്. അത് ഈ 9/11 കഴിഞ്ഞതിൻ്റെ സമയത്തായിരുന്നു കേട്ടോ. സെപ്റ്റംബർ 2005 6 അങ്ങോട്ടായിരുന്നു. അപ്പം എനിക്കിപ്പം സാമാന്യം ഇവരെ കണ്ടപ്പോൾ ഒരു പേടി പോലെ മനസ്സിൽ വന്നു. അപ്പോൾ ഇവരവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ കാണുന്നില്ല. ഞാൻ ബാത്റൂമിൽ പോകുന്ന രീതി ഞാൻ ചെന്ന് നോക്കിയാണേ ഇവരവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വാച്ച് നോക്കിയാണേ കറക്റ്റ് 6 മണിയായി. ആ 6 മണിയായപ്പോൾ അവരുടെ കാതുകളിൽ മുഴങ്ങി അവരുടെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവർ സ്ഥലമൊന്നും നോക്കിയില്ല, അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മനസ്സിലായി? അവരുടെ ദൈവത്തിന് അവർ മറ്റുള്ള എന്താണെന്നൊന്നും വിചാരിച്ചില്ല. അവരുടെ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്ത് എനിക്കത് വല്ലാത്ത ഒരു സങ്കടവും പ്രയാസവും വന്നിട്ട് ഞാൻ അതെന്തെടുത്തു, അവിടെ നിന്ന് അന്നത്തെ ദിവസം പഠിക്കാൻ വീട്ടിൽ പോയി കുറേ കാര്യം ഉണ്ടാക്കി. കാരണം ദൈവമേ, ഇവരെ ഞാൻ പറയുന്നു, എൻ്റെ ദൈവം ഇവരെക്കാട്ടിയൊക്കെ എല്ലാം ഇത് നല്ലതാണെന്നും ബെറ്ററാണെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാൾ, എനിക്കില്ലല്ലോ ഇത്രയും തീക്ഷ്ണത എന്ന് പറഞ്ഞ് ഞാൻ ഓർത്ത് കരയടയാക്കിയിട്ടുണ്ട്. അതേപോലത്തെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു ഹിന്ദുവാണ്. ഞങ്ങൾ അവിടെ ഫുഡൊക്കെ വയ്ക്കുമ്പം എല്ലാവരും പോയി കഴിക്കും. ഈ ആൾക്ക് വെജിറ്റേറിയൻ അല്ലാതെ ഒരു സംഭവം കഴിക്കത്തില്ല. എത്ര പേര് കളിയാക്കിയിട്ടുണ്ടെന്ന് പറയാം. എത്ര പേര് ഇതാണ് മാനേജ്മെൻറ്റ് അത് ആ ആൾക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കുമെങ്കിലും മറ്റുള്ളവർ നീ എന്താ അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഈ ഡസൻ കെയർ. ആ ആളുടെ
കൂടെ ഞാനൊരു 5-6 കൊല്ലം ജോലി ചെയ്തു. അത് 7 കൊല്ലം അങ്ങോട്ട് ചെയ്തു. ഞാൻ ഇവിടെ എനിക്ക് മുമ്പേ ആ ആ ആ ആൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ 5-6 കൊല്ലം ഒത്തിരിയും പേര് കളിയാക്കി, ഒത്തിരിയും പേര് പലതും പറഞ്ഞു, പക്ഷേ കെയർ ചെയ്തില്ല. ആ ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു തീരുമാനമെടുത്തു. ആ ഒരു കാര്യം ഞാൻ കീപ്പ് ചെയ്യുമെന്ന് പറയും. മനസ്സിലാവും? ആ ദൃഢം വെച്ച് നമ്മളായിരുന്നെങ്കിലോ എന്തോർത്തേനും കുറച്ചൊക്കെ കളിയാക്കി കിട്ടുമ്പോൾ നമ്മളെന്ത് കൊടുക്കും? ഓക്കെ, പൗലോസ് പറഞ്ഞല്ലേ ഫ്രീഡം തന്നേക്കുമല്ലേ, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളും പോയി ആ സാധനം എല്ലാം പോയി. ഇതാണ് മേക്ക് അസ് കാമൺ. മനസ്സിലായോ? നോ യുവർ റോൾ, നോ യു ആർ ഹോളി. അപ്പോൾ എന്നോട് ചോദിക്കും, നീ വലിയ വിശുദ്ധനാണോ എന്നൊക്കെ